നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അയർലൻഡിനോട് T20 പരമ്പര തോറ്റ ടീം ഇന്ത്യ ഇന്ന് വീണ്ടും അടുത്തൊരു പരമ്പരയ്ക്ക് ഇറങ്ങുകയാണ്. ഇംഗ്ലണ്ടിനെതിരെയുള്ള T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ചെസ്റ്റർലെ സ്ട്രീറ്റിൽ നടക്കുന്നു. രാത്രി ഇന്ത്യൻ സമയം 10 മണിക്കാണ് ഈ കളി നടക്കുക. ഏതായാലും ഈ T20 വിജയിക്കുക, ശക്തമായി തിരികെ വരിക, അതാണ് ടീം ഇന്ത്യയുടെ ലക്ഷ്യം. ഇപ്പോൾ ടീമിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ കീഴിൽ കളിച്ച് 2 കളിയും തോറ്റിട്ടുണ്ട്. അപ്പോൾ വിജയം അനിവാര്യമാണ്. വൈഭവ് സൂര്യവംശി ഇന്ന് ഇറങ്ങുമോ, സഞ്ജു സാംസണിന് പകരം വൈഭവ് സൂര്യവംശി ഇറങ്ങുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ ലഭ്യമാവുന്ന സൂചനകൾ വെച്ച് വൈഭവ് സൂര്യവംശി ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരും. സഞ്ജു തന്നെ ഇറങ്ങിയേക്കും എന്നതാണ് സൂചനകളൊക്കെയും. അതുപോലെ തന്നെ ഇപ്പോൾ തിരികെ എത്തിയിട്ടുണ്ട് വരുൺ ചക്രവർത്തി. ഇപ്പോൾ വരുൺ ചക്രവർത്തിയെ പ്ലേയിങ് ലെവലിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ, പ്രിൻസ് യാദവ് ഇവരിൽ ഒരാളെ പുറത്തിരുത്തേണ്ടി വരും. മിക്കവാറും അങ്ങനെ അദ്ദേഹത്തെ കളിപ്പിക്കുകയാണെങ്കിൽ പ്രിൻസ് യാദവ് പുറത്തിരിക്കും എന്ന് വേണം കരുതാൻ. അതോടൊപ്പം തന്നെ മറ്റൊരു സുപ്രധാനമായ കാര്യം, ഇപ്പോൾ ലോക ചാമ്പ്യന്മാരായ ടീം ഇന്ത്യയേക്കാൾ കൂടുതൽ സെറ്റിൽഡായ രൂപത്തിലുള്ളത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് ഓൾറെഡി ഇന്നലെ തന്നെ അവരുടെ പ്ലേയിങ് ഇലവനൊക്കെ പ്രഖ്യാപിച്ചു. അതിൽ 2 പേര്, അതായത് കഴിഞ്ഞ ടെസ്റ്റ് മത്സരം കളിച്ചിട്ടുള്ള 2 താരങ്ങൾ, ജോഫ്രെ ആർച്ചറും ജോഷ് ടങ്കും റെസ്റ്റഡാണ്. അവർ ട്രെൻബ്രിഡ്ജ് ടെസ്റ്റിൽ അവസാനം കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സാക്കിബ് മഹ്മൂദും ലൂക്ക് വുഡും കളിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രോബബിൾ 11 ആദ്യം നോക്കാം. അതിലുള്ളത് ഫിൽ സാൾട്ട്, ജോസ് ബട്ട്ലർ, ഹാരി ബ്രൂക്ക്, ജേക്കബ് ബെത്തൽ, ടോം ബാൻഡൻ, സാം കറൻ, വിൽ ജാക്സ്, ലിയാം ഡോസൻ, ആദിൽ റഷീദ്, ലൂക്ക് വുഡ്, സാക്കിബ് മഹ്മൂദ്. അപ്പോൾ ഇന്ത്യക്കെതിരെ കഴിഞ്ഞ T20 വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ കളിച്ചിരുന്ന താരങ്ങളിൽ നിന്ന് ഈ ഒരു വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്. ഇനി ഇന്ത്യയുടെ ഒരു 11ലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ സഞ്ജു ഇല്ലെങ്കിൽ പിന്നെ അവിടെ വൈഭവ് സൂര്യവംശി ആയിരിക്കും. ലഭിക്കുന്ന സൂചനകൾ സഞ്ജു കളിക്കുമെന്നാണ്. അപ്പോൾ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്ന് ഓപ്പൺ ചെയ്താൽ ഇഷാൻ കിഷൻ, ശ്രേയസ് അയ്യർ, തിലക് വർമ്മ, സൂര്യൻ ഷെഡ്ഗെ, ശിവൻ ദ്യൂബെ, അക്സർ പട്ടേൽ, അർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ, പിന്നെ പ്രിൻസ് യാദവോ അല്ലെങ്കിൽ വരുൺ ചക്രവർത്തി. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും മികച്ചൊരു പോരാട്ടം നടക്കും എന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.